എല്ലാവരുടെയും ധാരണ, ലോകം മുഴുവനുള്ള എല്ലാവരുടെയും ധാരണ, പ്രിയപ്പെട്ട പത്മശ്രീ ജയറാം എന്ന സിനിമാ നടൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ശിഷ്യനാണ് എന്നാണ് പരസ്യമായ ധാരണ. അത് യഥാർത്ഥത്തിൽ സത്യമല്ല. ഈ വേദിയുടെ അധ്യക്ഷൻ ശ്രീ ജോർജ് സാർ, സ്വാഗതം ആശംസിച്ച ശ്രീനിവാസൻ സാർ, എല്ലാ രീതിയിലും എല്ലാ സ്ഥലത്തും ഓടി നടക്കുന്ന വേണു സാർ, പിന്നെ ആ അറ്റത്ത് നോക്കിയാൽ കൃഷ്ണദാസൻ്റെ സ്വന്തം നാടായ പല്ലച്ചനയുടെ എല്ലാമെല്ലാമായ മഹേഷ്, കൃഷ്ണകുട്ടി പുറവാചാരൻ്റെ മകൻ വിജയകൃഷ്ണൻ, ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലത്തിൽ PRO ആയി പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്ത് വി കലാധരൻ, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്ത് രാമൻ നമ്പൂതിരി, ശ്രീ കോട്ടക്കൽ നാരായൺ, വേണു, കൃഷ്ണദാസ്. ആദ്യമായിട്ടാണ് നിരവധി വാദ്യകലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങിലൊക്കെ പങ്കെടുത്തൊരു അനുഭവം എനിക്കുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും വാദ്യകലാകാരന്മാർ വേദിയിലും അവരെ ആദരിക്കാൻ വരുന്നത് മുഴുവൻ വാദ്യക്കാരും. ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കൃഷ്ണദാസിൻ്റെ ഭാഗ്യമാണ്. എല്ലാ തരത്തിലും ഭാഗ്യവാനാണ് കൃഷ്ണദാസ് എന്ന് ഇവിടെ സംസാരിച്ചവരെല്ലാം പറഞ്ഞു. അത് എല്ലാ കാരണം കൊണ്ടും അങ്ങനെ തന്നെയാണ്. പലർക്കും അറിയാത്ത ഒരു സത്യം, അത് ഞാനിവിടെ തുറന്ന് പറയാൻ ബാധ്യസ്ഥനാണ്. എല്ലാവരുടെയും ധാരണ, ലോകം മുഴുവനുള്ള എല്ലാവരുടെയും ധാരണ, പ്രിയപ്പെട്ട പത്മശ്രീ ജയറാം എന്ന സിനിമാ നടൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ശിഷ്യനാണ് എന്നാണ് പരസ്യമായ ധാരണ. അത് യഥാർത്ഥത്തിൽ സത്യമല്ല. ജയറാമിനെ ആദ്യം പഠിപ്പിച്ച് മേളം അരങ്ങേറ്റം നടത്തിയ ആൾ ശ്രീ കൃഷ്ണദാസാണ്. പഞ്ചാരി 3, 4, 5 കാലങ്ങൾ കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിൽ പഠിപ്പിച്ചിട്ടാണ് അരങ്ങേറ്റം നടന്നത്. പിന്നീട് ജയറാം വെള്ളിനരിയിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ, ഞാൻ അവിടെയാണ് താമസം, പഞ്ചാരി 1, 2 കാലങ്ങൾ കൂടി പഠിക്കണം, അതിന് എന്നെ അഭ്യർത്ഥിപ്പിക്കാമോ എന്ന് അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വരികയും അങ്ങനെയാണ് ആ പഞ്ചാരി 2 കാലങ്ങൾ, 1, 2 കാലങ്ങളാണ് ഞാൻ സത്യത്തിൽ പഠിപ്പിച്ചത്. ആ ഒരു സത്യം കൃഷ്ണദാസിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിൽ പറയാൻ സാധിക്കുന്നത് എൻ്റെയും കൂടി ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ എന്നെ കാണുന്നത്, ഇല്ലെങ്കിൽ കണ്ടത്, ഒരു ഗുരുസ്ഥാനീയനായിട്ടാണ്. അതിൻ്റെ ദക്ഷിണയാണ് എനിക്ക് തന്നത്. സത്യത്തിൽ ഗുരുസ്ഥാനീയനല്ലെങ്കിലും എല്ലാ തരത്തിലും എനിക്ക് അർഹതയുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. കാരണം കഥകളി ചെണ്ടയിൽ എൻ്റെ ആദ്യ ഗുരുനാഥൻ സാക്ഷാൽ പല്ലശ്ശന ചന്ദ്രമണ്ണാടിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂരിൽ നിന്ന് 12 വയസ്സിൽ പേരൂർ ഗാന്ധി സേവാ സദനത്തിലെത്തിയ ഒരു കഥകളി ചെണ്ട വിദ്യാർത്ഥിയായി അഭ്യാസം തുടങ്ങിയത് സാക്ഷാൽ ചന്ദ്രമണ്ണാരാജാൻ്റെ കീഴിലാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ശിഷ്യൻ ശ്രീ സദനം വാസുദേവൻ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആ പഠനം മുഴുവനാക്കിയത്. പിന്നീട് സദനം വാസുവാശാൻ, ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ വാസുവേട്ടെന്നാണ് വിളിക്കാറ്, തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ട് ഹൈസ്കൂളിൽ കഥകളി ചെണ്ട അധ്യാപകനായി വന്ന ശേഷം തൻ്റെ ഗുരുനാഥൻ്റെ മരുമകൻ തിരുവനന്തപുരത്തെ മാർഗിയിലുണ്ട്, ഇല്ലെങ്കിൽ വന്ന ശേഷം, അങ്ങനെ ഏറ്റവും അധികം മനസ്സിൽ കൊണ്ടു നടന്ന് പ്രവർത്തിപ്പിച്ച് വളർത്തിയ ഒരു ശരിയായ കഥകളി ചെണ്ട വിദ്വാൻ കൂടിയാണ് കൃഷ്ണദാസ്.
ബസവൻ എപ്പോഴും പറയാറുണ്ട്, അവരൊക്കെ കുട്ടൻ എന്നാണ് വിളിക്കുക. ആ രംഗത്ത് ജോർജ് സാർ ഇവിടെ പറഞ്ഞു, ഇത്രയും മഹാഭാഗ്യവാനായിട്ട് ഒരു കലാകാരൻ മറ്റുണ്ടാവില്ല എന്നതാണ് പറഞ്ഞത്. അതിനെ കൃത്യമായിട്ട് അനുകൂലിക്കുകയാണ്. കുട്ടികൾ രണ്ടുപേരും, കൃഷ്ണദാസ് വന്നു, ദീപ വന്നു, ശോഭിത വന്നു, രഹിത വന്നു, എല്ലാവരും ഗുരുനാഥൻ എന്ന നിലയിൽ എന്നെ നമസ്കരിക്കുന്നു. ഞാൻ അപ്പോൾ ചോദിച്ചത്, ഒരു കുട്ടിയും കൂടിയുണ്ട്, അതെവിടെയും കിട്ടും, അത് ഉറങ്ങുകയാണ്. അപ്പോൾ ശോഭിതയുടെ ഒരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായി ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഗ്രഹം കൊടുക്കാനൊന്നും നമ്മൾ പ്രാപ്തരല്ല. അവരുടെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി. അപ്പോൾ ആ രീതിയിൽ കൃഷ്ണദാസ് കാണിച്ചു തന്ന ആ വഴി നമുക്ക് എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളൊരു വിഷയം, ശാസ്ത്രീയമായിട്ടുള്ള ഏതെങ്കിലും ഒരു കല, അത് നൃത്തമായാലും വാദ്യമായാലും സംഗീതമായാലും മറ്റേത് വിഷയമായാലും, ഇത്തരം ശാസ്ത്രീയമായ കലകൾ കുട്ടികളെ അഭ്യസിപ്പിക്കുക എന്നത് എടുത്തു കാണേണ്ട ഒരു വിഷയമാണ് ഓരോ രക്ഷിതാക്കളും. അതിൻ്റെ കാരണം, ഇങ്ങനെ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകനും അല്ലെങ്കിൽ ഗുരുനാഥനും പഠിക്കുന്ന കുട്ടിയും തമ്മിൽ അറിയാതെ വളർന്നു വരുന്ന ഒരു സംസ്കാരമുണ്ട്. നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ കാഴ്ചയാണ് നമ്മൾ ഇതിനു മുമ്പേ ഈ വേദിയിൽ കണ്ടത്. കൃഷ്ണദാസ് ഗുരുനാഥൻ തുല്യമായിട്ടുള്ളവരെ മനസ്സാ പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്നു, കുടുംബം മുഴുവൻ നമസ്കരിക്കുന്നു. ഇതൊന്നും ആരും പറഞ്ഞ് ചെയ്തതല്ല. ഇത് ഇത്തരം കലകൾ പഠിക്കുമ്പോൾ അഭ്യസിക്കുമ്പോൾ ഗുരുനാഥനും ശിഷ്യന്മാരും തമ്മിൽ അറിയാതെ വരുന്ന ഒരു സാംസ്കാരിക വിനിമയമാണ്. ആ ഒരു കാഴ്ച ഇല്ലെങ്കിൽ ആ ഒരു അനുഭവം, അതാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണദാസിൻ്റെ ഈ 60ാം ദിനത്തിൽ അതും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എല്ലാ രക്ഷിതാക്കളും ഇവിടെ പലവരും അത് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് അറിയാം. എങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു കല കുട്ടികളെ അഭ്യസിപ്പിക്കണം എന്നുകൂടി ഞാൻ ഇത്തരം അവസ്ഥത്തിൽ പറയുകയാണ്. മറ്റൊന്ന്, ജോർജ് സാർ പറഞ്ഞ വിഷയം, കലാകാരന്മാരെ കൃത്യമായി കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിക്കാനും നമ്മൾ ജനങ്ങൾ പ്രാപ്തരാവണം എന്ന ഒരു നല്ല നിർദ്ദേശം അദ്ദേഹം ഇവിടെ പങ്കുവച്ചു. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഈ കലാകാരന്മാരെ സംരക്ഷിക്കുന്ന ഒരു വിഷയത്തിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ പദവിയിൽ ഇരുന്ന ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ 12-ാം തീയതിയോടുകൂടി കൃത്യമായി രാജി കൊടുത്ത ഒരാളാണ് ഞാൻ. ഈ 3.5 കൊല്ലത്തിനിടയിൽ ഒരു വാദ്യകലാകാരൻ എന്ന നിലയിൽ പ്രത്യേകിച്ചും കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനത്തിൽ, ഇത്രയും വർഷത്തെ പ്രവർത്തനത്തിൽ, ഈ കഴിഞ്ഞ 3.5 വർഷം അക്കാദമി കൊണ്ടു നടന്ന കലാരൂപങ്ങൾ 14 ജില്ലകളിലും, അത് നൃത്തമായാലും നാടകമായാലും സംഗീതമായാലും കഥകളി ഒഴികെ ബാക്കിയെല്ലാം കൊണ്ടു നടക്കാൻ സാധിച്ചു. കഥകളി വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് നിശ്ചയിച്ച് ഏകദേശം തീരുമാനമായപ്പോഴാണ് നമുക്ക് ഒരു ഭരണമാറ്റം ഇവിടെ സംഭവിച്ചത്. നമുക്ക് എന്നെ സംബന്ധിച്ച ഭരണമാറ്റം ഒരു വിഷയമേ അല്ല. ഞാൻ അക്കാദമിയുടെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഒപ്പിടുന്നതിന് മുമ്പേ പറഞ്ഞൊരു വിഷയം, എൻ്റെ ജീവിതത്തിൽ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോയിട്ട് വേണ്ട എൻ്റെ ജീവിതത്തിൽ. ഐ എം 100% സാറ്റിസ്ഫൈഡ് ഇൻ മൈ ലൈഫ്. ഞാൻ പറഞ്ഞതാണ്. ആ രീതിയിൽ കിട്ടാവുന്ന സമയം കലാകാരന്മാരെ വേണ്ട വിധത്തിൽ സഹായിക്കാനും അവർക്ക് വേണ്ട പരമാവധി കാര്യങ്ങൾ അക്കാദമി നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് ചെയ്യുക മാത്രമേ ഉണ്ടായിട്ടു എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ
ഒരു ദേശീയ താളവാദ്യോത്സവം 3 ദിവസം കൊണ്ടു നടന്ന തൃശ്ശൂർ ആസ്ഥാനമായി അക്കാദമി അങ്കണത്തിൽ 3 ദിവസം നടന്ന ദേശീയ താളവാദ്യോത്സവം. 2ാമത്തെ ദിവസം സ്ത്രീകളുടെ മാത്രം പരിപാടിയായിരുന്നു. ഇത് അവിടെ ഏറ്റെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു മോഹമായിരുന്നു. അതും സാധിച്ച ശേഷമാണ് ഇപ്പോൾ ആ പ്രവർത്തനം ഞാൻ നിർത്തിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കലാകാരന്മാരെ സ്നേഹിക്കുന്ന തരത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഒരു 3.5 വർഷം കൂടിയാണ് ജോർജ് സാറിനോട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ നമുക്ക് പറ്റുന്ന സ്ഥലത്ത് എവിടെയായാലും, അത് കേരളത്തിലായാലും ഡൽഹിയിൽ പോയിട്ട് അവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാനുള്ള മനസ്സും പറ്റാവുന്ന പ്രവർത്തനവും ഇപ്പോഴും കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് മറ്റൊന്നും നോക്കാതെ. അതുകൊണ്ട് തന്നെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും കൊണ്ടു നടക്കുന്ന ഒരു മനസ്സ് എനിക്കും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇതിൻ്റെ സംഘാടകർ ശ്രീ കൃഷ്ണദാസിൻ്റെ 60ാം പിറന്നാളിൻ്റെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൃഷ്ണദാസിൻ്റെ കഴിവ് ഇവിടെ ഓരോരുത്തരും പറഞ്ഞു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ എൻ്റെ ഓർമ്മയിൽ ദുബായിലാണെന്ന് തോന്നുന്നു, അവിടെ 4 ദിവസത്തെ കഥകളി ഉത്സവം നടക്കുമ്പോൾ തായ്പോട്ട ഞാനും മക്കളും പോയിരുന്നു. അന്ന് കൃഷ്ണദാസ് അവിടെ കുട്ടിയെ കൂട്ടി അണിയറയിൽ വന്ന ഉടനെ ഞാൻ പറഞ്ഞ വിഷയം, ഞാൻ എൻ്റെ ഗുരുനാഥനെ കണ്ടു. കൃഷ്ണദാസിൻ്റെ അമ്മാവനെ കാണിച്ചു. ഇതാണ് ഇന്ന് രംഗത്ത് ചെയ്തത് എന്ന അണിയറയിൽ വന്ന ഉടനെ ഞാൻ കൃഷ്ണദാസിനോട് വന്ന ആ അനുകരിക്കാൻ ഇത്രയും 41 വർഷമായിട്ട് മാർഗിയെ സേവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണദാസിന് എങ്ങനെയാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം മന്നാരാജൻ തന്നെയാണ്. ഞാൻ വെള്ളിനയിൽ താമസമാക്കിയ ശേഷം എന്നെ ചെണ്ട കൊണ്ട് പഠിപ്പിച്ച 3 ഗുരുനാഥന്മാർ. ആദ്യം അച്ഛനാണ് പഠിപ്പിച്ചത്. തായമ്പ അരങ്ങേറ്റം നടത്തി, 8ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം നടത്തി, 12ാമത്തെ വയസ്സിൽ സദനത്തിൽ വന്ന് കഥകളിക്കൊട്ടൊക്കെ പഠിച്ചു. പിന്നെ എന്തൊക്കെയായി എന്ന് ചോദിച്ചാൽ ഒന്നും ആയിട്ടില്ല. അതിനുള്ള കടപ്പാടും എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛനമ്മമാരോടാണ്. കാരണം പല വിധത്തിലായാലും പേര് ശങ്കരൻ കുട്ടി എന്നിട്ടതുകൊണ്ട് ഇപ്പോഴും പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ. വലുതായാലും കുറച്ച് വിഷമമാണ് പഠിക്കുന്നത്. അപ്പോൾ ആ വളരാതിരിക്കാൻ, വലുതാവാതിരിക്കാനുള്ള ആ കുട്ടി എന്ന പേര് എനിക്കിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രമനാരാശനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ജീവിതം മുഴുവൻ 10 ദിവസം വെള്ളിനയുള്ള വീട്ടിൽ ഈ 3 ഗുരുനാഥന്മാരെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. മന്നാരാശനെ സംബന്ധിച്ചിടത്തോളം ചെണ്ട എന്ന വിഷയമല്ലാതെ ബാക്കി ഒരു ഒറ്റ കാര്യം ഈ 10 ദിവസം പറഞ്ഞില്ല എന്നൊരു സത്യമുണ്ട്. എന്തു പറഞ്ഞാലും ചെണ്ടയിലാണ്. എൻ്റെ അച്ഛൻ ചോദിക്കും, ഇവിടെ മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി എല്ലാ പേപ്പറുകളൊക്കെ ഉണ്ട്. ആശാൻ പേപ്പറും അത് പറഞ്ഞാൽ ആശാൻ ദേശം ചെണ്ട പേപ്പറാണ് ഞാൻ നോക്കും. അതല്ലാത്ത ചെണ്ടയല്ലാത്തൊരു വിഷയം ഇല്ലാത്തൊരാളാണ് ആയിരുന്നു മന്നാരാശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകന് ചെണ്ടയും ഉണ്ട്, പത്രവും ഉണ്ട്. കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യും. കുട്ടികളെ ചെണ്ട മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ജോലിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ പറഞ്ഞു, കുട്ടികൾ 2 പെൺകുട്ടികളാണെങ്കിൽ സ്ത്രീ ശക്തി കേൾപ്പിക്കാൻ അവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമുക്ക് ഒന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ, കൃഷ്ണദാസനും കുടുംബത്തിനും കുട്ടികൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ നല്ല ദിവസം 2 ദിവസവും ഇന്നും നാളെയുമായിട്ട് ആഘോഷിക്കുകയാണ് 60ാം പിറന്നാൾ. അദ്ദേഹത്തിന് 60 ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, 27 ആയിട്ട്. കാരണം അതാണ് എൻ്റെ പ്രായം. 27 വയസ്സേ അദ്ദേഹത്തിന് ഇപ്പോഴും ആയിട്ടുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ എല്ലാ തലത്തിലും ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 60-ാം പിറന്നാളിൻ്റെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം നിറഞ്ഞ മനസ്സോടുകൂടി നിർവഹിച്ചിരിക്കുന്നു. തുടർന്ന് ഭാവി ജീവിതം എല്ലാ തരത്തിലും ഭംഗിയായി നടത്താൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. നന്ദി.